നമസ്കാരം. നീലകേശി മഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിൽ പുണർതം നക്ഷത്ര ജാതകരുടെ വിഷുഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഓരോ വ്യക്തികളുടെയും ജാതകത്തിലെ ലഗ്നാലുള്ള ഗ്രഹഭാവങ്ങളും അവയുടെ നിൽപ്പും ഗ്രഹങ്ങളുടെ ബലാബലവും അനുസരിച്ച് ചാരഫലങ്ങളും ജാതകത്തിലെ ദശാകാലങ്ങളും അനുസരിച്ച് കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നതാണ്. കൃത്യമായി അറിയുവാൻ ഗ്രഹനില പരിശോധിക്കേണ്ടതാണ്. ആകയാൽ പൊതുവായുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുവാൻ പോകുന്നത്. പുണർതം നക്ഷത്ര ജാതകരുടെ ആരോഗ്യം ഈ വിഷുവർഷം തൃപ്തികരമായിരിക്കും. വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാത്ത ഒരു കാലഘട്ടമാണ്. മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ ചെയ്യുന്നവർ അതൊക്കെ കൃത്യമായി ചെയ്ത് മുൻപോട്ട് പോവുക. വാഹന ഉപയോഗക്രമത്തിൽ കൃത്യമായ ഒരു കൺട്രോൾ ഉള്ളത് വളരെ ഉത്തമമാണ്. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ സേഫ്റ്റി പ്രിക്കോഷൻസ് വർക്ക് പ്ലേസിൽ ഉറപ്പുവരുത്തി മുൻപോട്ട് പോകുന്നത് വളരെ നല്ലതാണ്. സാമ്പത്തികപരമായി നോക്കുമ്പോൾ ചിലവുകൾ ഏറി വരുമെന്ന് തോന്നൽ ഉണ്ടാകുമെങ്കിലും അതൊരു ബാധ്യതയായി വരില്ല. വൃശ്ചികം ധനു മാസങ്ങളിൽ കടം വാങ്ങുമ്പോൾ അത് തിരികെ കൊടുക്കാനുള്ള ഒരു മാർഗം കൂടി കരുതി വയ്ക്കുന്നത് ഉത്തമമാണ്. കാരണം അത് കൃത്യസമയത്ത് തിരികെ കൊടുക്കുവാൻ സാധിച്ചു എന്ന് വരില്ല. കുടുംബപരമായി കുടുംബാംഗങ്ങൾക്കിടയിൽ വാക്കുതർക്കങ്ങൾ വരാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബന്ധുജനങ്ങളുമായി നല്ല ബന്ധത്തിലായിരിക്കും. ഗ്രഹം ഓടിപ്പിടിപ്പിക്കുക, പുതിയ വാഹനം വാങ്ങുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ധനുമാസം മുതൽ അനുകൂലമാണ്. കുടുംബത്തോടൊപ്പം പുണ്യ സ്ഥലങ്ങളിൽ പോകുവാനുള്ള യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ധനം അത് തിരികെ ലഭിക്കുവാൻ കുറച്ച് ഒരു കാലതാമസം വരുന്ന ഒരു സമയം കൂടെയാണ് ഈ ഒരു വിഷുവർഷം എന്ന് പറയുന്നത്. വിവാഹപരമായി ചിന്തിക്കുമ്പോൾ വിവാഹത്തിനു അനുകൂല സമയവും നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കുന്ന വർഷവും കൂടെയാണ്. വിവാഹശേഷം നല്ല പുതിയ ബന്ധങ്ങൾ വന്നു ചേരുന്ന സമയവും കൂടെയാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട് ചിലവ് ചുരുക്കുന്നത് ഉത്തമമായി കാണുന്നുണ്ട്. അടുത്തതായി ഉദ്യോഗപരമായി ചിന്തിക്കുമ്പോൾ ഉദ്യോഗത്തിൽ പ്രൈവറ്റ് ഫേമിൽ നിൽക്കുന്നവർക്ക് അലസത വരുന്നൊരു സമയമാണ്. ആദ്യത്തെ 6 മാസക്കാലം ജോലിയിൽ ശ്രദ്ധ വയ്ക്കുന്നത് ഗുണകരമാണ്. നിലവിൽ ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അത്ര അനുകൂലമായി കാണുന്നില്ല. സർക്കാർ മേഖലയിൽ നിൽക്കുന്നവർക്ക് ഗുണകരമായ സമയമാണ്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതുന്നവർക്ക് വിജയവും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. വിദ്യാപരമായി അനുകൂല സമയമാണെങ്കിലും കൂട്ടുകെട്ടുകളിലൂടെ വിദ്യയിൽ ഒരു ലാഗ് വരുന്നൊരു സമയമായതിനാൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് വയ്ക്കുന്നത് ഉത്തമമായി കാണുന്നുണ്ട്. പഠനത്തിന് വേണ്ടി വിദേശത്ത് പോകുവാൻ തയ്യാറെടുത്ത് നിൽക്കുന്നവർക്ക് 4 മാസം കഴിഞ്ഞ് അനുകൂലമാണ്. പ്രശ്ന പരിഹാരാർത്ഥം ശാസ്താവിന് നെയ്വിളക്കും സുബ്രഹ്മണ്യ ഭഗവാനോ പനിനീർ അഭിഷേകവും ചെയ്യുന്നത് ഉത്തമമാണ്. പുതിയൊരു വീഡിയോയുമായി വരും വരെ നന്ദി, നമസ്കാരം.